ഉത്തരഭാരതത്തിൽ ഉഷ്ണതരംഗം ശക്തമാകുന്നു. രാജസ്ഥാനിൽ ചിലയിടങ്ങളിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസ് കടന്നിരിക്കുകയാണ്. ഇതുവരെ കനത്ത ചൂടിൽ രാജസ്ഥാനിൽ മാത്രം മരണം 15ആയി. ഡൽഹിയിലും താപനില 50നോട് അടുത്തു കഴിഞ്ഞു. അതേസമയം രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയും കാറ്റും തുടരുകയുമാണ്. അത്യുഷ്ണത്തിൽ ജമ്മു കാശ്മീർ പോലും വിയർക്കുകയാണ്. ഇന്നലെ ജമ്മു കാശ്മീരിൽ രേഖപ്പെടുത്തിയ താപനില 43.6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഉത്തരേന്ത്യയിൽ രാജസ്ഥാനിലാണ് ഉഷ്ണതരംഗം തീവ്രമായത്. ചിലയിടങ്ങളിൽ താപനില 51 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തി. ഒരു BSF ജവാന്റേതടക്കം ഇതുവരെ 15 മരണങ്ങളാണ് രാജസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്തത്. 3965 പേർ ഉഷ്ണതരംഗം മൂലം ഇതുവരെ ചികിത്സ തേടിയതായി രാജസ്ഥാൻ സർക്കാർ വ്യക്തമാക്കി. രാജ്യതലസ്ഥാനത്തും താപനില ഉയരുകയാണ്. 49.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നലെ ഡൽഹിയിലെ കാലാവസ്ഥ. അത്യുഷ്ണത്തിൽ പരിശീലനത്തിനിറങ്ങിയ ഡൽഹി പോലീസിലെ മലയാളിയായ ASI കുഴഞ്ഞു വീണു മരിച്ചു. വടകര സ്വദേശിയായ ബിനീഷിനെ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡൽഹിക്ക് പുറമെ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. അടുത്ത 2 ദിവസം വടക്കൻ സംസ്ഥാനങ്ങളിലാകെ ചൂട് ഇനിയും വർദ്ധിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പഞ്ചാബ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നീ 6 സംസ്ഥാനങ്ങളിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. അതേസമയം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ അസം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. നിരവധി മരണങ്ങളാണ് ഇതിനോടകം റിപ്പോർട്ട് ചെയ്തത്. മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പിടിച്ചുലയ്ക്കുകയാണ്. ജനം, ഡൽഹി.